ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഇച്ചിരി മാങ്ങാച്ചാർ വെക്കുകയാണ്. ഇത് മാങ്ങയാണ്. മാങ്ങ ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറായി. അതിനുശേഷം അതിന് ചേർക്കാനുള്ള മുളക് പൊടി, ഇഞ്ചി, കായം, വെളുത്തുള്ളി, ഉലുവാപ്പൊടി ഇവയെല്ലാം കൂടെ ഇതുകൊണ്ട് നല്ലെണ്ണ ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, കടുക് എല്ലാം കൂടി ഇട്ട് മൂത്തതിന് ശേഷം മുളക് നല്ലതായിട്ട് മൂപ്പിച്ചതിന് ശേഷം കണ്ടോ, മുളക് നല്ലതായിട്ട് മൂത്തു. ഇനി നമുക്ക് ഇത് മാങ്ങയിലേക്ക് ഇടാം. മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആ മുളക് മൊത്തം ഇടണം. തുള്ളി പോലും വെള്ളം ഉണ്ടാകരുത്. മുളക് നല്ലതായിട്ട് മൂത്ത് നമ്മളതിന് കോരി മാങ്ങയിലേക്ക് ഇടുകയാണ്. മൂത്ത മുളക് ഏറെ എണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ എണ്ണ കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തുള്ളി പോലും വെള്ളം കാണില്ല മാങ്ങയിൽ. നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി, ഇതിന് മുകളിൽ വിതർന്നു. ചൂടോട് തന്നെ ആ മുളകിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് നല്ലതായിട്ട് ഇളക്കി കായപ്പൊടി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെക്കണം. അതിനുശേഷം ഒരുവിധം ചൂടാറുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിക്കണം. ഒഴിക്കേണ്ട, ഒരു സ്പൂണ് വിനാഗിരി, ഒന്നല്ലെങ്കിൽ 1.5 സ്പൂണ് വിനാഗിരി. ഒന്നുകൂടെ ഇളക്കണം നമുക്ക്. ഇനി മാങ്ങ ഒരുവിധം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് വിനാഗിരി ഒഴിച്ചിട്ട് മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടല്ലോ, അന്നേരം വിനാഗിരി അധികം ഒഴിക്കണ്ട, അല്പം ഒഴിച്ച് നമുക്കിങ്ങനെ വെച്ചേക്കാം. കുറേ സമയം കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഭരണിക്കകത്തെടുത്ത് വെച്ചിരുന്ന ഒത്തിരി നാളിരിക്കും. നമുക്ക് ആവശ്യപ്പെടുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അത് വെള്ളം തുള്ളി പോലും ചേർക്കാതെ മാങ്ങ ഇച്ചിരിയും കൂടെ വലിപ്പത്തിലാണെങ്കിലും അരിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാടുന്ന പോലെ വെള്ളം തോർന്നിട്ട് വെക്കണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കൂട്ടിയിട്ട് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.